അല്ല, എന്താണ് ഇതിന്റെ ഒരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്? സ്വാഭാവിക നടപടിയാണ്. ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ഭരണസമിതി വരുന്നത് പറയട്ടെ. സ്വാഭാവികമാണ്. കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വേറെയും കുറെ അക്കാദമികളുണ്ട്. അതിലേതൊക്കെ അക്കാദമികളിലാണ് സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് കാലാവധി കഴിഞ്ഞ ഉടനെ ചെയർമാൻമാരെ മാറ്റിയിട്ടുള്ളത്? അത് നിങ്ങൾ ചോദിക്കണ്ടേ? ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമാണോ ഈ ഒരു സ്വാഭാവിക നടപടി? സംഗീത അക്കാദമിയുടെ കഴിഞ്ഞിട്ടിപ്പോ എത്രയായി? സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞിട്ട് എത്രയായി? മറ്റിതര അക്കാദമികളിൽ, ഇതര സാംസ്കാരിക സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഇതേപടി തുടരുമ്പോ ഭാരത് ഭവൻ ഇപ്പൊ എത്ര കാലമായി തുടരുന്നു? അപ്പൊ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം വന്നോ? സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആ ഒരു 1-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കുന്നു. തലേ ദിവസം അറിയുന്നു ചുമതലയിൽ നിന്ന് പ്രേംകുമാറിനെ മാറ്റി. എന്നിട്ട് ഈ 1-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ട് 3-ാം തീയതിയിലേക്ക് തൃശ്ശൂരിലേക്ക് അത് മാറ്റുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ അത്? തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിക്കാനിരുന്നത് മാറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റെല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലും ചില പുനഃസംഘടനകളൊക്കെ ഉണ്ടോയോ എന്നെനിക്കറിയില്ല. പക്ഷെ ചെയർമാൻ സ്ഥാനത്ത് തൊട്ടുമുമ്പ് അക്കാദമിയിൽ തന്നെ ഇരുന്ന മുൻ എനിക്ക് തൊട്ടുമുമ്പിരുന്നല്ല, അതിനൊക്കെ മുമ്പിരുന്നത് എത്രയാണ് അവരുടെയൊക്കെ ഒരു കാലാവധിയായിരുന്നു നിങ്ങൾ തിരക്കണ്ടേ? വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ മാറ്റാമായിരുന്നല്ലോ ആ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അത് ശ്രീമാൻ രഞ്ജിത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹം പിന്നെ ആ പദവിയിൽ നിന്ന് മാറിയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരവധി പേർ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു സമവായം പോലെ എന്നാൽ പിന്നെ പ്രേംകുമാർ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് ചെയർമാന്റെ ചുമതലയിൽ തുടരട്ടെ. അത് വെറുതെ അങ്ങ് തീരുമാനിച്ചതില്ല. അതുവരെയുള്ള വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മികവ് കൂടി പരിഗണിച്ചിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് 1 വർഷത്തോളം പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ 29ാമത് IFFK ഉൾപ്പെടെ, സംസ്ഥാന ഫിലിം അവാർഡ് ഉൾപ്പെടെ ഏറ്റവും നന്നായി എന്നാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒന്നടങ്കം എല്ലാവരും പറഞ്ഞത്. അതിനിടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ സിനിമ അവാർഡിന്റെ നിർണ്ണയം നടക്കുന്നു. IFFKയുടെ 30ാമത്തെ എഡിഷന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അക്കാദമിയുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ വളരെ തകൃതിയായിട്ട് നടക്കുന്നു. ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം കൂടിയായിട്ട് ഗവൺമെന്റിനെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എല്ലാ സംഘടനകളുമായും എല്ലാ വ്യക്തികളുമായും എല്ലാം നേരിട്ട് ചർച്ച നടത്തിയ, അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റാരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാ ഇതിലും പങ്കെടുത്ത ആൾ ഞാനാണ്. ഈ ചലച്ചിത്ര മേഖലയിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ മുഴുവൻ പ്രശ്നങ്ങളും നേരിട്ട് കേട്ട ആളാണ് ഞാൻ. അവരെല്ലാം ഞാൻ കൂടി ഇരിക്കുമ്പോഴാണ് ഈ മുമ്പിൽ വന്നിരുന്ന എല്ലാവരുടെ പ്രശ്നങ്ങൾ, അതുപോലത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ പ്രൊഡ്യൂസർമാർ വരെ, അത് സിനിമാ മേഖല മാത്രമല്ല, ടെലിവിഷൻ മേഖല, ഈ ചലച്ചിത്ര നയം ടെലിവിഷൻ മേഖലയും കൂടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ആ മേഖലയിലെ ഇവരെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നടക്കുന്നു. കോൺക്ലേവ്, ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയൊരു ആഘോഷമായി ഗംഭീരമായി നടന്ന കോൺക്ലേവ് സാംസ്കാരിക വകുപ്പിന്റെ, അതിന്റെ ചുമതലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു പാതി വഴിയിൽ നിൽക്കുമ്പോ ഈ സംസ്ഥാന അവാർഡ് നിർണ്ണയിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം അവാർഡ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന തീയതി പോലും അടുത്തൊരു 2 ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ട്, തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് അത് മാറ്റിവെച്ചിട്ട് മറ്റെന്ത് കാര്യമാണ് നിങ്ങൾ ചോദിക്കൂ? എന്ത് അടിയന്തര സാഹചര്യമാണ് ഈ തലേ ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ നിമിഷം വരെ ഒരു മുന്നറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. പിന്നീട് ഈ വിഷയം ഉണ്ടാകുന്നത് ഇപ്പോഴൊന്നുമില്ല, അതൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ്, അതിനും ഈ പുറത്താക്കുന്നതിനും 5-6 മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടക്കുന്ന സാംസ്കാരിക സംഗമം ഡിസംബറിൽ നടക്കുന്നു. എത്രയോ കോടികളൊക്കെ മുടക്കി മനുഷ്യസ്നേഹവും മാനവികതയും എല്ലാം മുഖ്യ മുദ്രാവാക്യങ്ങളാക്കി നമ്മൾ ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം അത് നടക്കുകയാണ്. അതിന്റെ ആലോചനാ യോഗമാണ് സഖാവ് MA ബേബി, സഖാവ് നമ്മുടെ
അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് ചുമതല ഏറ്റെടുത്തപ്പോൾ സാംസ്കാരിക മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ അക്കാദമികളുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു ചെറിയൊരു അനൗപചാരികമായ കൂടിക്കാഴ്ച, അത് മസ്കറ്റ് ഹോട്ടലിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ സൗഹൃദ സംഭാഷണം നടത്തുകയാണ്. കാര്യങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാനവികതയും മനുഷ്യസ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ നമ്മൾ ഗംഭീരമായ ഒരു ആശയമാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്നത് ഈ ഒരു അന്താരാഷ്ട്ര സംഗമത്തിൽ. പക്ഷെ ഇത്രയും വലിയൊരു ഗംഭീരമായ ഒരു സംഭവമായിട്ട് നമ്മൾ നടത്തുമ്പോൾ നമ്മളെ പാവപ്പെട്ട കുറെ സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുകയാണ്. അപ്പൊ അവരുടെ സമരം പരിഹരിക്കാൻ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് അതിന് ഇടപെടണം, ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ ദോഷം ചെയ്യുമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ അതൊരു സർക്കാരിനെതിരെയുള്ള വിമർശനമൊന്നുമല്ല. അവിടെ ആ സമയത്ത് അവരെല്ലാം അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് കണ്ടത്, പ്രതികരിച്ചതുമൊക്കെ. ഞാനൊരിക്കലും ആ ഒരു സമരത്തിന്റെ അതിനോട് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ പോയി പ്രസംഗിച്ചതല്ല. ഇത് വളരെ ഒരു എത്രയും വളരെ സൗഹൃദമായിട്ട് ഈ സംസാരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ആരോ, എന്റെ സഹപ്രവർത്തകരിൽ തന്നെ ആരോ ആ വിവരം വിളിച്ച് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു. പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു, പ്രേംകുമാർ ഇങ്ങനെ ആശാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും എനിക്കൊരു ധാർമ്മിക രോഷമുണ്ട്. ഞാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു കലാകാരനാണ്, കലാപ്രവർത്തകനാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത മനുഷ്യരോടാണ്. അതുകൊണ്ടാണ് ഒരു പരസ്യചിത്രങ്ങളിൽ പോലും ഞാൻ അഭിനയിക്കാത്തത്. ടെലിവിഷൻ മേഖലയിൽ ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ വളരെ അപജയം നടക്കുന്നു, അത് എൻഡോസൾഫാനെ പോലെ അപകടമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. അത് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സമരം, ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരവും, ആശാസമരം എന്നല്ല ഒരു സമരവും നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും ജനാധിപത്യ സംവിധാനമാണ്, ചിലപ്പോൾ സമരങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അത് ഉടനെ അടിയന്തര പ്രാധാന്യം നൽകി അതിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കണം. ഇല്ലാതെ അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ കുറെ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, അവരെ മറ്റു പലരും ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, അത് മറ്റൊരു കാര്യം. പക്ഷെ അതൊന്നും പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിരിക്കെ പൊതുസമൂഹത്തിൽ മൊത്തമായ ഒരു വികാരമുണ്ട്, അത് ദോഷമാണ് എന്ന് പോസിറ്റീവായി പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്കെതിരെ, എന്റെ പുറത്താക്കൽ നടപടിക്കെതിരെ ഇവർക്കുള്ളത്. അല്ലാതെ സ്വാഭാവിക നടപടി എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കരുത്, അതൊരു സ്വാഭാവിക നടപടിയല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഇതിപ്പോ ഞാനിത് മറക്കാൻ ശ്രമിച്ചതും മറന്നിരുന്നതുമായ ഒരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇങ്ങനെ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹം ഈ ഗവൺമെന്റിനെതിരെ തുടർഭരണം പോലും ഇവിടെ പാടില്ല എന്ന് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നു. താങ്കളോട് കാണിച്ചത് ഒരു അനീതിയല്ലേ എന്ന് പല സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴാണ് ഞാനും ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത്. അതിനുശേഷമാണ് ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ ഒരിക്കലും ഒരു സച്ചിദാനന്ദൻ മാഷിനെ പോലെയുള്ള ഒരു മഹാകവിയോട്, ഒരു മഹാപ്രതിഭയോട്, ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എന്റെ ഏറ്റവും വലിയൊരു ആരാധ്യ ഒരു വ്യക്തിത്വമാണ് കവി എന്ന നിലയിൽ. ആ മഹാവ്യക്തിത്വത്തോടൊന്നും പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ, ഒരു സാധാരണ ഒരു നടൻ, വെറും ചെറിയ സിനിമയിലൊന്നും അങ്ങനെ ഒരു വലിയ സംഭാവന നൽകിയോ ലോക സിനിമയിലൊന്നും എന്തെങ്കിലും സമ്മാനം നൽകിയ മനുഷ്യനൊന്നുമല്ല ഞാൻ. പക്ഷെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അക്കാദമിയുടെ ചുമതലയിൽ വളരെ കൃത്യമായും ഭംഗിയായും ആത്മാർത്ഥമായും ആരും അധികം അങ്ങനെ തെറ്റ് പറയാതെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ ഒരു സച്ചിദാനന്ദൻ മാഷുമായിട്ട് ഒരു താരതമ്യവും എനിക്കില്ല. ഞാൻ ഒരു നിസ്സാരനായ ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിലും എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും തുല്യ പരിഗണനയാണ്. ഒരേപോലുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. സംഗീത നാടക അക്കാദമി, ഞാനത് പറഞ്ഞു ഒഴിപ്പിക്കട്ടെ. ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന രണ്ട് ചെയർമാൻമാർ, ആ ഒരു ഔദ്യോഗിക പദവി മാത്രമേ താരതമ്യമുള്ളൂ. വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്നെക്കാൾ എത്രയോ അകലെ ഉയരങ്ങളിലാണ്. ആ രണ്ട് ചെയർമാൻമാരോട്, അത് ഔദ്യോഗിക പദവി മാത്രമാണ്, ആ രണ്ട് പദവികളോട് കാണിച്ച സർക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ അവർ കാണിച്ച അത് ഒരാളോട് കാണിച്ച നീതിയല്ല എന്നോട് കാണിച്ചത്, അതൊരു ഇരട്ട നീതിയാണ് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അത് ആ പദവിയുടെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യവും ഇല്ല.
ഞാൻ പറഞ്ഞല്ലോ 6 മാസത്തോളമായി, 6 മാസം ആകുന്നു എന്നെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവുമില്ല. എന്റെ പ്രവർത്തനം അവിടെ ഈ 1 വർഷം ചെയർമാനായിരുന്നപ്പോഴോ അതിന് തൊട്ടു മുമ്പോ അത് മോശമായിരുന്നെങ്കിൽ നിങ്ങൾ പറയൂ, മാധ്യമങ്ങൾ പറയൂ. നിങ്ങളൊക്കെ ഈ IFFKയും അതുപോലെ അവിടെ അവാർഡ് നൈറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. കൂടുതൽ ജനകീയമായ അക്കാദമി പ്രവർത്തിച്ചു എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. അപ്പോ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഒന്നുമില്ല. എന്നിരിക്കെ വളരെ നിസ്സാരമായി, വളരെ ലാഘവത്തോട്, ഒരു 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 നീതിയും ഇല്ലാതെ, ഒരു അറിയിപ്പ് പോലും നൽകാതെ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരോട് ഒരു നന്ദി പറയാൻ പോലുമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കുമ്പോ ഞാനതൊന്നും പ്രതികരിക്കാതെ വളരെ അടങ്ങി ഒതുങ്ങി പാഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഈ 6 മാസക്കാലം പുറത്താക്കിയതിനു ശേഷം ഒരു വ്യക്തിയും പാർട്ടിയിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നോ എന്നെ വിളിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കഴക്കൂട്ടം എന്ന് പറയുന്ന ഞാൻ ജീവിക്കുന്ന, ജനിച്ചു വളർന്ന, ഞാൻ സിനിമയ്ക്ക് വേണ്ടി നാട് വിട്ട് എവിടെയും പോയിട്ടുള്ള ഒരാളല്ല. ഞാനിപ്പോഴും കഴക്കൂട്ടത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്റെ നാട്ടിൽ എന്റെ തൊട്ടപ്പുറത്ത് ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വന്നിരുന്നു. ആ മുഖ്യമന്ത്രി വരുന്ന പരിപാടി പോലും എന്നെ അറിയിച്ചില്ല. ആ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അറിയിപ്പ് എനിക്ക് തന്നില്ല. ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒരു പ്രവർത്തകനെങ്കിലും അല്ലേ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നതൊക്കെ ഉള്ളത് മാറ്റിവെക്കൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ ഒന്ന് അറിയിക്കണ്ടേ? സംഘാടക സമിതിക്ക് പോലും ആ പരിപാടിക്ക് എന്നെ പങ്കെടുപ്പിക്കണ്ടേ? ഒന്നും വേണ്ട. കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സംഗമം, അതിന്റെ ഇതാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി. അതിന്റെ ഒരു ആലോചന യാഗത്തിലാണ് ഞാൻ ഈ ആശാസമരത്തിന്റെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആ സംഗമത്തെക്കുറിച്ച് എനിക്കൊരു അറിയിപ്പ് തന്നില്ലല്ലോ. ആ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചില്ലല്ലോ. എനിക്കൊരു ഔദ്യോഗിക യാത്ര ഇപ്പൊന്നും ഈ അക്കാദമിയിൽ നിന്ന് തരേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞല്ലോ ഈ സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിങ്ങളെ മാറ്റി. ചലച്ചിത്ര അക്കാദമി, അവിടെ ആ ഒരൊറ്റ സ്ഥാപനത്തിന്റെ കാര്യം മാത്രം എടുക്കാം. അക്കാദമിയുടെ സെക്രട്ടറി ഇപ്പോ എത്ര കാലമായിട്ടാണ് ആ പദവിയിൽ തുടരുന്നത്? ഈ സ്വാഭാവിക നീതി, സ്വാഭാവിക നടപടി എന്ന് പറയുമ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള സ്ഥാനത്ത് 1 വർഷം ഇരുന്ന എന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് എന്ത് ന്യായത്തിലാണ് ഇത് മാറ്റിയത്? അല്ല, ഇത് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, മന്ത്രിയോട് ചോദിക്കണം. ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. എന്റെ അച്ഛൻ, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് അവിടുത്തെ INTUCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ അച്ഛൻ INTUCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം. കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ്. ഞാൻ ചെമ്പഴന്തി എസ് എൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSUവിന്റെ ഒരു മെമ്പറോ അംഗമോ ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ ആ പാനലിൽ ആർട്സ് കപ്പ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ പക്ഷെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ CPMന്റെ ഒരു സഹയാത്രികനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഒരിക്കലും CPMന്റെ ഒരു മെമ്പറായിരുന്നില്ല ഞാൻ. എന്റെ ചില നിലപാടുകളും എന്റെ ചില അഭിപ്രായങ്ങളും ഫാസിസത്തിനെതിരെയൊക്കെയുള്ള എന്റെ ചില വിമർശനാത്മകമായ പ്രസംഗങ്ങളും ഇതെല്ലാം കണ്ടിട്ടൊക്കെ ആകണം ഒരുപക്ഷെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ച് ചില വേദികൾ പങ്കിടുന്നു. അന്ന് എന്റെ ചില ലേഖനങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നു. ഇന്ധന വില വർധനവിനെതിരെ, കർഷക സമരത്തിന്, അങ്ങനെയുള്ള ലേഖനങ്ങൾ കാണുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഈ മേഖലയിൽ നിന്നൊരാൾ നമ്മുടെ ഓരോ ആശയങ്ങളോടുമായി യോജിച്ചു നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു പരിഗണനയിലാകാം അദ്ദേഹം എന്നോട് ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ എന്റെ ഒരു ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു രീതിയുമല്ല. എനിക്ക് സ്വതന്ത്രമായി എന്റെ അഭിപ്രായങ്ങൾ നിർഭയം സ്വതന്ത്രമായി എവിടെയും പറയാനുള്ള ആ ഒരു ആർജവത്തോടുകൂടി അതിനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമെന്നുള്ള ഞാനങ്ങനെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ കുറച്ച് കാലം സ്വസ്ഥമായി ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും കുറച്ച് എഴുത്തും വായനയൊക്കെയുണ്ട്. അടുത്ത കാലത്ത് എന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. കുറച്ച് മുമ്പാണ്, ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞ് DC ബുക്സ്. അതിപ്പോ 6ാമത്തെ പതിപ്പിൽ വന്നിട്ടുണ്ട്, 6ാമത്തെ പതിപ്പിലേക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തുമൊക്കെ ആയിട്ടാണ് ഞാൻ, അതിലൊക്കെയാണ് എനിക്കൊരു താല്പര്യം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്റെ ഒരു മേഖലയുമായിട്ട് ഞാനിപ്പോ കാണുന്നില്ല. പിന്നെ ഞാൻ
ഞാൻ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചെന്തെങ്കിലും അങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ഒരാളല്ല. ഞാൻ തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഞാൻ വിചാരിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ അതീതമായി ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നതാണ്. അപ്പോ ദൈവവിശ്വാസി എന്നുള്ള നിലയ്ക്ക് ദൈവനിശ്ചയപ്രകാരം മുൻ നിശ്ചയിച്ച പ്രകാരം എന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും എത്രയോ കാലമായിട്ട് പറയുന്ന ഒരാളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.